ഉത്തർപ്രദേശിലെ മീററ്റിൽ താമസിക്കുന്ന യുവതിയാണ് റീമ. റീമയ്ക്ക് 30 വയസ്സായിരുന്നു പ്രായം. റീമയുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. റീമയുടെ പിതാവിന് ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി. റീമയുടെ അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. 2 സഹോദരങ്ങളിൽ ഒരാൾ കുറച്ച് ദൂരെ ജോലി ചെയ്ത് വരികയാണ്, മറ്റൊരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റീമയ്ക്ക് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈലിൽ ജോലിയുണ്ട്. ഇനി റീമയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ, റീമയുടെ വിവാഹം 2015 കഴിഞ്ഞതാണ്. ഭർത്താവിന്റെ പേര് അരുൺ എന്നായിരുന്നു. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ വിവാഹ സമയത്ത് റീമയുടെ വീട്ടുകാര് അവർക്കുള്ളതുപോലെയൊക്കെ സ്ത്രീധനം കൊടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ റീമയുടെ ഭർത്താവിന്റെ വീട്ടുകാര് സ്ത്രീധനമായിട്ട് അവർക്ക് കൊടുത്ത എല്ലാ സ്വർണ്ണാഭരണങ്ങളും വാങ്ങിക്കുകയും ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനായിട്ട് വിൽക്കുകയും ചെയ്തു. ഭർത്തൃ വീട്ടുകാർക്ക് കുറച്ച് കടബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്വർണം മുഴുവൻ തന്നെ വിറ്റത്. അപ്പോൾ റീമയ്ക്ക് അതിനോട് എതിർപ്പായിരുന്നു. റീമ ആ കാര്യങ്ങൾ ഭർത്തൃ വീട്ടുകാരോട് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ കടബാധ്യത തീർക്കാനായിട്ടാണ് ആ സ്വർണം എടുത്തത് എന്നാണ്. റീമയുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവിടെ കൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല. 1 മാസം കഴിഞ്ഞ് ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ വിറ്റ സമയത്ത് തന്നെ റീമയോട് വീണ്ടും പണം ആവശ്യപ്പെടുകയാണ്. നീ നിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഇനിയും പണം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് ഭർത്താവിന്റെ വീട്ടുകാരും പറഞ്ഞത്. അപ്പോൾ റീമയ്ക്ക് വല്ലാത്തൊരു വിഷമവും സങ്കടവും ദേഷ്യമൊക്കെ തോന്നുകയാണ്. അവൾ പറഞ്ഞു, എന്റെ വീട്ടുകാരുടെ കയ്യിൽ ഇനി പണമില്ല, ഞാൻ ഇനി പണം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരത്തുമില്ല. അപ്പൊ ഭർത്താവിന്റെ അച്ഛനും അമ്മയൊക്കെ റീമയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ എല്ലാം പറയുകയും ചെയ്തു. ഏതാണ്ട് 6 മാസക്കാലം റീമ കടിച്ചു പിടിച്ച് ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്നു. അവർക്ക് മനസ്സിലായി ഭർത്താവിന്റെ വീട്ടുകാർക്കും ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും റീമ അവളുടെ സ്വന്തം വീട്ടിലേക്ക് തിരികെ വരികയും അവളുടെ വീട്ടുകാരോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്ന് പറയുകയും ചെയ്തു. റീമയുടെ വീട്ടുകാർ ഏറ്റവും ആദ്യം ഒരു കോംപ്രമൈസിനൊക്കെ ശ്രമിച്ചു. പക്ഷേ റീമ വളരെ ബോൾഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പണം ആവശ്യപ്പെടുന്ന ആ ഭർത്താവിന്റെ അടുത്തേക്ക് താൻ ഇനി ഒരിക്കലും തിരികെ പോകില്ല എന്നാണ് അവൾ പറഞ്ഞത്. പിന്നീട് ആ ബന്ധം ഡിവോഴ്സിലേക്ക് എത്തുകയും ചെയ്തു. ഡിവോഴ്സ് കഴിഞ്ഞ സമയത്ത് റീമ സ്വന്തമായിട്ട് ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ റീമയുടെ വീട്ടുകാര് അവൾക്ക് വീണ്ടും വിവാഹമൊക്കെ നോക്കിയിരുന്നു. പക്ഷെ റീമ പറഞ്ഞു തനിക്കിപ്പോൾ വിവാഹം വേണ്ട, താൻ തന്റെ കാര്യം നോക്കിയിട്ട് ഇനി എന്തായാലും ഒറ്റയ്ക്ക് മുന്നോട്ട് പോയിക്കോളാം. അങ്ങനെ റീമ വളരെ ബോൾഡ് ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ റീമയുടെ പിതാവ് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ 2023 ജൂലൈ 2-ാം തീയതി രാവിലെ സമയത്ത് റീമ അവളുടെ ടെക്സ്റ്റൈലിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ റീമ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ജോലി സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 7 മണിക്ക് മുന്നേ തന്നെ തിരികെ വീട്ടിലേക്ക് വരും. അപ്പൊ അന്ന് 7 മണിയായിട്ടും റീമ തിരികെ വീട്ടിലേക്ക് വന്നില്ല. അപ്പൊ റീമയുടെ അമ്മയും സഹോദരിയും ഉണ്ട് വീട്ടിൽ. അവർ റീമയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയാണ്. പക്ഷെ ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ്. അവർ കരുതി റീമ വരുന്ന വഴിക്കായിരിക്കാം, വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, മൊബൈൽ ഫോണിന്റെ ചാർജ് തീർന്നിട്ട് അത് സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. 8 മണി കഴിഞ്ഞു, 9 മണി കഴിഞ്ഞു, റീമ അപ്പോഴും വീട്ടിലേക്ക് വന്നില്ല. അപ്പൊ വീട്ടുകാർക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ്. അങ്ങനെ റീമയുടെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ വിളിച്ചു ചോദിക്കുകയാണ്. അവർ പറയുകയാണ് ഇന്ന് റീമ ഷോപ്പിലേക്ക് വന്നിട്ടേ ഇല്ല. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും റീമയുടെ അമ്മയുടെ ടെൻഷൻ ഒരുപാട് കൂടി. റീമയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ അല്ലെങ്കിൽ റീമ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരെ വിളിച്ച് അന്വേഷിച്ചു. പക്ഷേ ആർക്കും തന്നെ റീമയെ കുറിച്ച് ഒരു വിവരവും അറിയാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ആരും തന്നെ ഇന്ന് റീമയെ കണ്ടിട്ടില്ല എന്നാണ്. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അന്ന് രാത്രി തന്നെ തന്റെ മകളെ കാണുമാലെന്ന് കാണിച്ചുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. ഏതൊരു മിസ്സിംഗ് കേസ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള യുവതിയുടെ മിസ്സിംഗ് കേസ് ആണെന്നുണ്ടെങ്കിൽ പോലീസ് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ മകൾക്ക് അഫെയർ ആരെങ്കിലുമായിട്ട് പ്രേമബന്ധമുണ്ടോ? കാരണം പ്രേമബന്ധം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് എവിടെയെങ്കിലും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അമ്മ പറയുകയാണ് എന്റെ മകൾക്ക് അവള് ഡിവോഴ്സ് ആണ്, പക്ഷേ കുറച്ചു കാലമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് ഇഷ്ടമുണ്ട്. അയാളുടെ പേര് ആദേശ് എന്നാണ്. അപ്പോൾ ആദേശ് എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ കാര്യം എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് പറഞ്ഞത്. ഞാൻ ആദേശിന്റെ വീട്ടിൽ പോയിരുന്നു. അവരുടെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ വിവാഹം നടത്താമെന്ന് റീമയും എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആദേശിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. പക്ഷെ അവന്റെ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ പോലീസ് ആദേശിനെ ഫോൺ ചെയ്യുകയാണ്. ആദേശിന്റെ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ പോലീസിന്റെ കാര്യം തോന്നുകയാണ് രണ്ടുപേർക്കും ഇടയിൽ പ്രണയബന്ധമുണ്ട്, വിവാഹം കഴിക്കാനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ എവിടേക്കെങ്കിലും പോയതായിരിക്കും. നാളെ രാവിലെ അവർ തിരികെ വീട്ടിലേക്ക് വന്നുകൊള്ളും എന്നാണ് പോലീസും ചിന്തിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി, റീമ വീട്ടിലേക്ക് വന്നില്ല. അങ്ങനെ പോലീസ് ആദേശിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആദേശ് ആയിക്കോട്ടെ അവന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. പോലീസ് ആദേശിനോട് ചോദിച്ചു റീമയ്ക്ക് എന്താണ് സംഭവിച്ചത്. അപ്പൊ ആദേശ് പറയുകയാണ് റീമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല,
പിന്നീട് ആദേശിന്റെ മൊഴി രേഖപ്പെടുത്തി. ആദേശ് പറഞ്ഞു, ഞാനും റീമയുമായിട്ട് കുറച്ചധികം കാലമായിട്ട് പ്രണയത്തിലാണ്, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. റീമയുടെ അമ്മ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്നിരുന്നു, ഞങ്ങളുടെ വിവാഹം നടത്താനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തതാണ്. ജൂലൈ 1-ാം തീയതി രാത്രി സമയത്ത് ഞാൻ റീമയെ വിളിച്ചിരുന്നു, ഞങ്ങൾ തമ്മിൽ കുറച്ചധികം നേരം സംസാരിക്കുകയും ചെയ്തതാണ്. ആ സംസാരത്തിനിടയിൽ റീമ തന്നോട് ഒരു കാര്യം പറഞ്ഞു, കുറച്ചധികം ദിവസമായിട്ട് ഒരാൾ തന്റെ പിറകെ നടന്നുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശല്യം സഹിക്ക വയ്യാതെ ഞാൻ ഇന്ന് നിന്നോട് ഈ കാര്യം തുറന്ന് പറയുകയാണ്. അതായത് ആദേശിനോട് റീമ അന്നാണ് ഈ കാര്യം ആദ്യമായിട്ട് തുറന്ന് പറയുന്നത്. അന്നും ആ വ്യക്തി റീമയുടെ പിറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. അപ്പൊ ആദേശ് റീമയോട് ദേഷ്യപ്പെട്ടു, നീ ഇത്രയും കാലം എന്തുകൊണ്ട് എന്നോട് ഈ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേർക്കും ഇടയിൽ ഒരു വാക്കുതർക്കവും ദേഷ്യവും ഒക്കെ ഉണ്ടായത്. ആ ദേഷ്യപ്പെടനിടയിൽ ആദേശ് അവന്റെ മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. അങ്ങനെയാണ് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയത്. ആ പൊട്ടിയ മൊബൈൽ ഫോൺ ആദേശ് പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പോലീസ് ചിന്തിച്ചു, ആദേശ് പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം. അങ്ങനെ റീമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസ് വീണ്ടും തുടരുകയാണ്. അന്ന് രാവിലെ തന്നെ പോലീസിന് മറ്റൊരു വിവരം കൂടെ ലഭ്യമാകുകയാണ്. ഈ റീമയുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു കരിമ്പിൻ തോട്ടമുണ്ട്. ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ആ കരിമ്പിൻ തോട്ടത്തിൽ ജോലിക്ക് വന്ന കുറച്ച് ആൾക്കാർ ഒരു കാഴ്ച കണ്ടു. ഒരു യുവതി അവിടെ മരിച്ചു കിടക്കുന്നത്. അതെന്തായാലും ഒരു കൊലപാതകമായിരിക്കുമെന്ന് ആദ്യ കാഴ്ചത്തിന് അവർക്ക് വ്യക്തമായിരുന്നു. കാരണം രക്തത്തിൽ കുളിച്ചാണ് ആ ഒരു യുവതി അവിടെ മരിച്ചു കിടന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ പോലീസിന് ആ വസ്ത്രം കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഏകദേശം ആ ഒരു ഏജ് ഒക്കെ കണ്ട സമയത്ത് റീമയായിട്ടാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ റീമയുടെ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. റീമയുടെ അമ്മ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് ആ ശരീരം തിരിച്ചറിഞ്ഞു. ആ അമ്മ സങ്കടത്തോടെ പറയുകയാണ്, ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ മകൾ റീമ തന്നെയാണ്. ഒരമ്മയ്ക്കും ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച ആയിരുന്നില്ല. അങ്ങനെ പോലീസ് വിശദമായിട്ട് റീമയുടെ ശരീരം പരിശോധിക്കുകയാണ്. അവളുടെ കയ്യിലും കാലിലും അമർത്തി പിടിച്ച്, നമ്മളിപ്പോ ഒരാളെ കൊലപ്പെടുത്തുന്ന സമയത്ത് അവരുടെ കയ്യിലും കാലിലും ഒക്കെ ശക്തമായിട്ട്, നമ്മൾ കൊലപ്പെടുത്തുമ്പോഴല്ല, അങ്ങനെ കൊലപാതകം ചെയ്യുന്ന സമയത്ത് ശക്തമായിട്ട് ഒരാൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പാടുണ്ടാകും. അതേപോലെ വളരെ ശക്തമായിട്ട് അമർത്തി പിടിച്ച പാടുകൾ ഉണ്ടായിരുന്നു. കൈയും കാലും ഒക്കെ ഒരഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. കഴുത്തിലും വളരെ ശക്തമായിട്ട് മുറുക്കി പിടിച്ച പാടുണ്ട്. അത് മാത്രമല്ല, കല്ലുകൊണ്ടായിരിക്കാം റീമയുടെ മുഖത്ത് വളരെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. ഒരുപാട് രക്തം പോയിട്ടുണ്ട്. വസ്ത്രത്തിൽ മുഴുവൻ ഒരുപാട് രക്തമാണ്. റീമയുടെ തലയുടെ പിൻവശത്തും ശക്തമായിട്ടുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു, റീമയുടെ ശരീരം പോലും തിരിച്ചറിയാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് മുഖത്ത് അത്രയും ശക്തമായിട്ട് അടിച്ചിരിക്കുന്നത്. അങ്ങനെ റീമയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് റീമയുടെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്. പക്ഷേ മരണ കാരണം എന്ന് പറയുന്നത് രക്തം പോയിട്ടാണ്. അവളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോയി. ഇപ്പോ മുഖത്തും തലയുടെ പിൻഭാഗത്തും മുറിവുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് രക്തം പോയിട്ടാണ്, ഒരുപാട് സമയമെടുത്താണ് റീമ മരണപ്പെട്ടത്. അത് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ബലം പ്രയോഗിച്ച് റീമയെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് റീമയുടെ കയ്യിലും കാലിലുമൊക്കെ ആ ബലം പ്രയോഗിച്ച പാടുകളും ഒരഞ്ഞ പൊട്ടിയ പാടുകളും എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, റീമയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് കൂടെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് റീമ മരണപ്പെടുന്ന സമയത്ത് 1.5 മാസം അവൾ ഗർഭിണിയായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു ഈ കേസിൽ. അങ്ങനെ പോലീസിന് ഒരു കാര്യം ചിന്തിക്കുകയാണ്, റീമ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ കാമുകന് ഈ കാര്യം അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ പോലീസ് വീണ്ടും ആദേശിനെ കോൺടാക്ട് ചെയ്യുകയാണ്. ആദേശ് പറഞ്ഞു, റീമ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെ അല്ല, ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പോൾ പോലീസിന് ഒരുപാട് കൺഫ്യൂഷൻ തോന്നുകയാണ്. ഓൾറെഡി ആദേശ് ഏറ്റവും ആദ്യം പറഞ്ഞത് റീമയുടെ പിന്നിൽ ഒരാൾ നടന്ന് ശല്യപ്പെടുത്തുന്നു. റീമ അവസാന സമയത്ത് ആദേശിനോട് ആ കാര്യം പറഞ്ഞു. അതിന്റെ പേരിൽ രണ്ടുപേർക്കും ഇടയിൽ വാക്കുതർക്കം ഉണ്ടായി. റീമയാണെന്നുണ്ടെങ്കിൽ 1.5 മാസം ഗർഭിണിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീമയ്ക്ക് മറ്റൊരു കാമുകൻ ഉണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റീമയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത ആ വ്യക്തി ആയിരിക്കും റീമയെ കൊലപ്പെടുത്തിയത്. അങ്ങനെ ആ രീതിയിൽ പോലീസിന് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. റീമയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സുഹൃത്തുക്കൾ, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ്, ഇവരെ എല്ലാവരെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന് അന്വേഷണം മുന്നോട്ട് പോയത്. പോലീസിന് ആ സമയത്തും ആദേശിന്റെ മേലിൽ ഒരു സംശയവും തോന്നിയില്ല. അങ്ങനെ പോലീസിന് അന്വേഷണം മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ റീമയുടെ വളരെ അടുത്ത ഒരു സുഹൃത്ത് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഒരു പെൺ സുഹൃത്താണ്. ആ സുഹൃത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ പോലീസിനോട് പറയുകയുണ്ടായി. റീമയെ കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല, അത് ആദേശ് തന്നെയാണ്.
പോലീസിനും അത് കേട്ടപ്പോൾ സംശയം തോന്നി. ആദേശ് എന്തിനാണ് റീമയെ കൊലപ്പെടുത്തുന്നത്? രണ്ടുപേർക്കും ഇടയിൽ പ്രണയബന്ധമുണ്ട്. റീമയുടെ കോൾ ഡീറ്റെയിൽസ് പോലീസ് വളരെ വിശദമായിട്ട് പരിശോധിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ആദേശുമായിട്ട് റീമ കോൺടാക്ട് ഉണ്ട്. പ്രണയിക്കുന്ന ആൾക്കാരാണെന്ന് അവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. റീമയുടെ അമ്മയ്ക്കും ഈ കാര്യം അറിയാം. റീമയുടെ അമ്മ ആദേശിന്റെ വീട്ടിൽ പോയിട്ട് ആ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. പിന്നെ എന്തിനാണ് റീമയെ ആദേശ് കൊലപ്പെടുത്തുന്നത്? ആ സുഹൃത്ത് പറഞ്ഞ ഡീറ്റെയിൽസ് ഇപ്രകാരമായിരുന്നു. ആദേശ് റീമയെ പരിചയപ്പെടുന്നത് ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുന്നെയാണ്. റീമയുടെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ് ആദേശ്. അങ്ങനെയാണ് രണ്ടുപേർക്കും ഇടയിൽ ഒരു പരിചയം വരുന്നത്. ഈ റീമ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാം. ആദേശിനും ആ കാര്യം തുടക്കം മുതൽ തന്നെ അറിയാം. രണ്ടുപേർക്കും ഇടയിൽ ഏറ്റവും ആദ്യം ഒരു സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ സൗഹൃദം വളർന്ന് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു. ആദേശ് റീമയെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയാണ്. ആ പ്രപ്പോസൽ വന്ന സമയത്ത് റീമ അതിനെ എതിർത്തു. റീമ പറഞ്ഞു, ഞാൻ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, അത് മാത്രമല്ല എനിക്ക് നിന്നേക്കാൾ ഏജ് കൂടുതലാണ്, രണ്ടുപേർക്കും ഇടയിൽ 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആദേശ് പറഞ്ഞു, അതൊന്നും തന്നെ എനിക്കൊരു പ്രശ്നമല്ല, നമുക്ക് എന്തായാലും വിവാഹം കഴിക്കാം. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ഒരു പ്രണയബന്ധം ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഇപ്പൊ എന്തായാലും കുറച്ചു കാലം പ്രണയിക്കാം, എന്നിട്ട് വീട്ടുകാരോട് എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് ആദേശിന്റെ വീട്ടുകാരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് വിവാഹം കഴിക്കാം. അങ്ങനെ രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു പ്രണയബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. രണ്ടുപേരും ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, ഒരുമിച്ച് താമസിച്ചു. ഇരുവർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം പോലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പലതവണ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും റീമ ഗർഭിണിയായി. റീമ ഗർഭിണിയായ സമയത്ത് അവൾ ആദേശിനോട് ഈ കാര്യം പറയുകയാണ്. ഏതാണ്ട് 2 മാസം ഗർഭിണിയാണെന്നുള്ള വിവരമാണ് റീമ ആദേശിനോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോഴത്തേക്കും ആദേശ് റീമയോട് ദേഷ്യപ്പെടുകയാണ്. ആദേശ് ചോദിച്ചു, നീ ഇപ്പോഴാണോ ഈ കാര്യം പറയുന്നത് അല്ലെങ്കിൽ അറിയുന്നത്? നമുക്ക് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അബോർഷൻ ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് നീ നമുക്കിടയിൽ ലൈംഗിക ബന്ധം ഉണ്ടായ സമയത്ത് നീ അതിന്റെ മെഡിസിൻസ് കഴിച്ചില്ല? മെഡിസിൻ കഴിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടതാണല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ സേഫ്റ്റി അത് ഉപയോഗിക്കാമായിരുന്നല്ലോ, ഇതെല്ലാം നീ നോക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീമ ഒരുപാട് വഴക്ക് പറയുകയാണ്. ഒരു രീതിയിലും റീമയെ ഒന്നും സമാധാനിപ്പിക്കുകയോ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. ശക്തമായിട്ട് വഴക്ക് മാത്രമാണ് ഉണ്ടാകുക. അപ്പൊ റീമ പറയുകയാണ്, എന്തായാലും നമ്മൾ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ച ആൾക്കാരാണല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ആദേശ് പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ വീട്ടുകാരോട് ഇതുവരെ നമ്മുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഒന്നാമത് നീ ഡിവോഴ്സ് ആയ ഒരു സ്ത്രീയാണ്, എന്നേക്കാൾ 4 വയസ്സ് ചെറുപ്പമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുക, പിന്നീട് നമുക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ റീമ അതിനെ ഏറ്റവും ആദ്യം എതിർത്തു. പക്ഷെ പിന്നീട് ആദേശ് ഒരുപാട് നിർബന്ധിച്ചപ്പോഴത്തേക്കും റീമ അതിന് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ ആദേശും റീമയും കൂടെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുകയും അത് അബോർഷനിലേക്ക് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേർക്കും ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യതപ്പെടുകയും ചെയ്തു. റീമ ആദേശിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അവൻ ഒരിക്കലും എന്നെ ചതിക്കില്ല, ഇപ്പോൾ അബോർഷൻ ചെയ്തെങ്കിലും പിന്നീട് വിവാഹം കഴിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ റീമ മുന്നോട്ട് പോവുകയായിരുന്നു. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. രണ്ടുപേർക്കും ഇടയിലുള്ള ആ ബന്ധം പഴയ പോലെ തന്നെ ആകുകയും വീണ്ടും ഇരുവർക്കും ഇടയിൽ ആ ലൈംഗിക ബന്ധങ്ങളെല്ലാം തന്നെ ഉണ്ടാകുകയാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും റീമ വീണ്ടും ഗർഭിണിയായി. 2ാമത്തെ തവണയും ഗർഭിണിയായി. അപ്പോൾ റീമ വീണ്ടും ഈ കാര്യം ആദേശിനോട് തുറന്നു പറയുകയാണ്. ആദേശ് അപ്പോഴും വിവാഹത്തിന് സമ്മതിച്ചില്ല. ആദേശ് ഏറ്റവും ആദ്യം എന്തൊക്കെയാണോ റീമയോട് പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ഈ കുഞ്ഞിനെ എന്തായാലും അബോർട്ട് ചെയ്യുക, അബോർഷൻ ചെയ്യുക, പിന്നീട് നമുക്ക് വിവാഹത്തെ പറ്റി ചിന്തിക്കും. അപ്പോൾ റീമയ്ക്ക് ഒട്ടും തന്നെ അതിന് മനസ്സ് വന്നില്ല. റീമ പറഞ്ഞു, എന്തായാലും നമുക്ക് വിവാഹം കഴിക്കാം. അപ്പോൾ ആദേശ് പറഞ്ഞു, വിവാഹം കഴിക്കണമെന്ന് നീ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, വീട്ടുകാരത് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പെട്ടെന്ന് നീ ഗർഭിണിയാണെന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. അതുകൊണ്ട് വീണ്ടും നിർബന്ധിപ്പിച്ച് റീമയെ കൊണ്ട് ആ കുഞ്ഞിനെ കൂടെ അബോർട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. 2ാം തവണ അബോർഷന് പോയ സമയത്ത് റീമ ഒരു സുഹൃത്തുമായിട്ട്, ഈ പെൺസുഹൃത്തുമായിട്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയ ഈ പെൺസുഹൃത്തുമായിട്ടാണ് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ ആദേശ് ഡോക്ടറിന്റെ അടുത്തേക്ക് വരാൻ മനസ്സ് കാണിച്ചില്ല. ആ ഡോക്ടറുമായിട്ട് അത്യാവശ്യം ഇവർക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ പേരിലാണ് ആ ഡോക്ടർ അതിന് സമ്മതം മൂളുകയും ചെയ്തത്. അപ്പോഴാണ് ഈ പെൺസുഹൃത്തിനോട് റീമ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു. റീമ ഒരാളോട് പോലും ഈ കാര്യം പറഞ്ഞിരുന്നില്ല. അന്ന് ഈ പെൺസുഹൃത്ത് റീമയോട് പറഞ്ഞു, ഇനി എന്തായാലും അവനോട് നീ വിവാഹം കഴിക്കാനായിട്ട് പറയണം, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു വിവാഹത്തിന്റെ കാര്യമെല്ലാം വീണ്ടും റീമ ആദേശിനോട് പറയുകയാണ്. ആദേശ് വീണ്ടും അവളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറയാം, എന്തായാലും സമ്മതിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. റീമ കണ്ണും പൂട്ടി ആദേശിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. വീണ്ടും മാസങ്ങൾ മുന്നോട്ട് പോയി. അതിനിടയിൽ റീമ 3ാമത്തെ തവണ ഗർഭിണിയായി.
റീമ മൂന്നാമത്തെ തവണ ഗർഭിണിയായ സമയത്ത് അവൾ ഈ കാര്യം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഈ കുഞ്ഞിനെ എന്തായാലും നീ അബോർട്ട് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ വിവാഹം നടക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അവൻ നിന്നെ ചതിക്കും. റീമ പറഞ്ഞു, ഒരിക്കലും ആദേശിനെ ചതിക്കില്ല. അങ്ങനെ റീമ ആദേശിനോട് ഈ കാര്യം പറയുകയാണ്. ആദേശ് 2 തവണ റീമയോട് ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത്തവണ ആദേശ് അങ്ങനെയല്ല പറഞ്ഞത്. ആദേശ് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടുകാരോട് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അവർ വിവാഹത്തിന് സമ്മതം മൂളുകയും ചെയ്തു, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വിവാഹം കഴിക്കാം. പക്ഷേ വിവാഹ സമയത്ത് നീ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെ എതിർക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുക, അബോർഷൻ ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാം. പക്ഷെ റീമ അതിന് സമ്മതിച്ചില്ല. റീമ പറഞ്ഞു, 2 തവണ നീ പറഞ്ഞനുസരിച്ചു, 2 തവണയും കുഞ്ഞിനെ അബോർട്ട് ചെയ്തു, പക്ഷെ ഇത്തവണ അബോർഷൻ എനിക്ക് പറ്റില്ല. ഒരിക്കൽ കൂടെ അബോർഷൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വിവാഹം നടത്തണം, മറ്റ് പോംവഴികൾ ഒന്നും തന്നെ ഇതിന് ഇല്ല. പക്ഷെ ആദേശ് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. റീമ അവളുടെ അമ്മയോട് ഈ കാര്യത്തെപ്പറ്റി, വിവാഹത്തെ പറ്റിയുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോഴും റീമ ഗർഭിണിയാണെന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ല. ഗർഭിണിയാണെന്ന് പറയാതെ ആദേശമായിട്ടുള്ള കാര്യം പറയുകയും അമ്മയെ ആദേശിന്റെ വീട്ടിലേക്ക് പറഞ്ഞു അയക്കുകയും ചെയ്തു. അങ്ങനെ റീമയുടെ അമ്മ ആദേശിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. ആ സമയത്താണ് ആദേശിന്റെ വീട്ടുകാർ റീമയെ കുറിച്ച് കേൾക്കുന്നത് പോലും. അതിനു മുന്നേ ഒരു തവണ പോലും ആദേശ് റീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് അവന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ ആ അമ്മ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ അമ്മ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആദേശിന് ഒരുപാട് ദേഷ്യം വരികയാണ്. തന്നോട് ചോദിക്കാതെയാണ് റീമ അവളുടെ അമ്മയെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. റീമ വീണ്ടും ആദേശിനെ കോൺടാക്ട് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, നീ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരോടും നിന്റെ വീട്ടുകാരോടും ഈ കാര്യം പറയുമെന്നൊക്കെ പറയുകയാണ്. ആദേശ് പറഞ്ഞു, എന്തായാലും നമുക്ക് വിവാഹം കഴിക്കാം, നീ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനിടയിൽ ആദേശ് റീമയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ സുഹൃത്തിനോട് റീമ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സുഹൃത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോഴത്തേക്കും പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ആദേശ് തങ്ങളുടെ മുന്നിൽ ഒരു നാടകം കളിക്കുന്ന, ഇതിന്റെ എല്ലാ തെളിവുകളും ആ സുഹൃത്ത് പോലീസിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. റീമയും ആദേശും കൂടെ ഡോക്ടറിന്റെ അടുത്തോട്ട് പോയിട്ട് ഏറ്റവും ആദ്യം ഡിവോഴ്സ് ചെയ്തതും, രണ്ടാമത് റീമ ഒറ്റയ്ക്ക് ആ സുഹൃത്തുമായിട്ട് ആദേശില്ലാതെ പോയി ഡിവോഴ്സ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പോലീസിനെ കാണിച്ചു. അപ്പോൾ പോലീസിന് മനസ്സിലായി റീമ ഗർഭിണിയായതിന്റെ പിന്നിൽ എന്തായാലും ആദേശ് തന്നെയാണ്. അങ്ങനെ ആദേശിനെ കസ്റ്റഡിയിൽ എടുത്ത പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യില്ല അവൻ ഏറ്റവും ആദ്യം പോലീസിനോട് പറഞ്ഞ ആ കള്ളത്തരങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി പൂർണ്ണമായിട്ട് മാറിയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 3ാം മുറ അവിടെ പ്രയോഗിച്ച സമയത്ത് ആദേശ് എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു. റീമയെ താൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്. ഇനി എങ്ങനെ ആ കൊലപാതകം ചെയ്തു, അതിനുള്ള മറുപടികൾ ഇപ്രകാരമായിരുന്നു. റീമയുടെ അമ്മ ആദേശിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് തന്നെ അവളൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു, റീമയെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം. ആദേശിന്റെ മനസ്സിൽ റീമയുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഡിവോഴ്സായ കുറച്ച് ഏജ് ഉള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു യുവതിയുമായിട്ട് എത്രത്തോളം ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് അവരെ അങ്ങ് ഉപേക്ഷിക്കുക, മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുക. ഇതായിരുന്നു അവന്റെ മനസ്സിലുള്ള പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ റീമ തന്നെ വിട്ട് പോകില്ലെന്ന് ആദേശിന് ഉറപ്പായിരുന്നു. അമ്മയെ അയച്ചു. അതുകൂടാതെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം, പ്രത്യേകിച്ച് റീമ ഗർഭിണിയാണെന്നുള്ള കാര്യം അവളുടെ വീട്ടുകാരോടും തൻ്റെ വീട്ടുകാരോടും തുറന്ന് പറയും. ഇതാണ് റീമ പറഞ്ഞു വെച്ചിരിക്കുന്ന വാചകം. അതുകൊണ്ട് റീമയെ കൊലപ്പെടുത്താനായിട്ട് അവൻ തീരുമാനിച്ചു ഉറപ്പിച്ചു. അവൻ്റെ 4 സുഹൃത്തുക്കളുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കൊലപാതകത്തിനുള്ളൊരു പ്ലാൻ അവർ തയ്യാറാക്കിയാണ്. ആ പ്ലാൻ പ്രകാരം ജൂലൈ 1-ാം തീയതി വൈകുന്നേര സമയത്ത് റീമയെ വിളിച്ച് അവൻ സംസാരിക്കുകയാണ്. ആദേശ് പറഞ്ഞു, നമ്മുടെ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാം, നീ എന്തായാലും ആ കുഞ്ഞിനെ അബോർട്ടൊന്നും ചെയ്യണ്ട, അബോർഷൻ ചെയ്യണ്ട, നമുക്ക് നാളെ നേരിട്ട് കണ്ടതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം, നീ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ റീമയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ റീമ ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന വഴിക്ക് ഒരൊറ്റപ്പെട്ട ഒരു വഴിയിൽ ബൈക്കുമായിട്ട് വന്ന് ആദേശ് റീമയെ പിക്ക് ചെയ്ത് ദൂരെയുള്ള ആ ഒരു കരിമ്പിൻ തോട്ടത്തിൽ കൊണ്ടുപോവുകയാണ്. അതൊരു ഒറ്റപ്പെട്ട ഏരിയ ആണ്, അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീമ ആദേശിനോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്, ഇവിടെ വെച്ച് എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ ആദേശ് പറഞ്ഞു, സ്വസ്ഥമായിട്ട് നമുക്ക് ഇവിടെ വെച്ച് എന്തായാലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റീമ ആദേശിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ കരിമ്പിൻ തോട്ടത്തിൽ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ആദേശ് വീണ്ടും പറയുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, എനിക്ക് ഈ വിവാഹത്തിന് തീരെ താല്പര്യമില്ല. അപ്പോൾ റീമ ഇത് കേട്ടപ്പോഴത്തേക്കും തകർന്നു പോയി. കാരണം 3 തവണയാണ് അവൾ ഗർഭിണിയായത്. ആദേശിന്റെ വാക്ക് കേട്ട് 2 തവണ ആ രണ്ട് കുഞ്ഞുങ്ങളെയാണ് അവൾ ഇല്ലാതാക്കിയത്. അപ്പോൾ ഇപ്പൊ വീണ്ടും പറയുകയാണ്, ഒരിക്കൽ കൂടെ അബോർഷൻ ചെയ്യുക, വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല, ഒരു പെണ്ണിന് നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ റീമ ശക്തമായിട്ട് അതിനെ എതിർക്കുകയാണ്. എതിർത്ത സമയത്ത് ആദേശിന്റെ 4 സുഹൃത്തുക്കൾ അവിടേക്ക് വരികയാണ്. എന്നിട്ട്
റീമയോട് ആദേശ് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്നു പറയുകയാണ്. നിന്നെ ഞാൻ ടൈം പാസിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്നേഹിച്ചത്, വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നീ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭീഷണിയാണ്, ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവളെ കൊലപ്പെടുത്താനായിട്ടുള്ള തീരുമാനത്തിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഈ 4 പേര് അവിടെ എത്തിയ സമയത്ത് തന്നെ റീമ കാല് പിടിച്ച് അവള് കെഞ്ചിക്കേണ് അപേക്ഷിച്ചിരുന്നു, തന്നെ വെറുതെ വിടണം, ഞാൻ ഒരിക്കലും നിനക്ക് ബുദ്ധിമുട്ടായിട്ട് പിറകെ വരില്ല, എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവരതിന് തയ്യാറായില്ല. അവർ 5 പേര് ചേർന്നുകൊണ്ട് റീമയുടെ കൈകാലുകളിൽ ശക്തമായിട്ട് പിടിച്ചു. ആദേശായിക്കോട്ടെ അവളുടെ കഴുത്ത് ഞെരിച്ചു. അപ്പൊ കഴുത്ത് ഞെരിച്ച് റീമ മരിച്ചുവെന്ന് തോന്നുകയാണ്. അപ്പോൾ റീമ മരിച്ചുവെന്ന് തോന്നിയപ്പോഴത്തേക്കും ഇവളുടെ മുഖം തിരിച്ചറിയരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കല്ല് കൊണ്ട് ശക്തമായിട്ട് റീമയുടെ മുഖത്ത് അടിക്കുകയാണ്. റീമയുടെ മുഖത്തേക്ക് ശക്തമായിട്ട് അടിച്ചപ്പോഴത്തേക്കും അവളുടെ പിൻഭാഗം ഒരു കല്ലിൽ ചെന്ന് ഇടിക്കുകയും അവളുടെ മുഖം പൊട്ടി, തല പൊട്ടി, ഒരുപാട് രക്തം വരികയും ചെയ്തു. അങ്ങനെ ഇവർ 5 പേര് ആ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് റീമ എത്ര കടന്ന് കരഞ്ഞ് നിലവിളിച്ചാലും അവർ രക്ഷിക്കാനായിട്ട് ആരും വരില്ലായിരുന്നു. ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും റീമ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് ബോധം വീഴുകയാണ്. പക്ഷേ റീമയ്ക്കൊന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവളുടെ മുഖത്തു നിന്നും അല്ലെങ്കിൽ തലയിൽ നിന്നും ഒക്കെ ഒരുപാട് രക്തം പോയിട്ട് ആ പെൺകുട്ടി അല്പസമയം കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം റീമ മരിച്ചു എന്ന് എന്തായാലും ഇവർക്ക് ഉറപ്പായിരുന്നു. ആ 4 സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടു. അതുകൂടാതെ ആദേശ് പോലീസ് തൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് ഒരു കള്ളക്കഥ പഠിച്ച് വെക്കുകയും ചെയ്തു. ആ കള്ളക്കഥ പ്രകാരമാണ് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടായി, റീമയെ മറ്റൊരാള് ശല്യം ചെയ്തു, മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, ഇങ്ങനെയുള്ള കള്ളക്കഥകൾ എല്ലാം തന്നെ അവൻ പോലീസിനോട് പറയുകയും ചെയ്തു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും ഇത്രയും ക്രൂരമായ രീതിയിൽ റീമ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ആദേശിനും അവന്റെ സുഹൃത്തുക്കൾക്കും ഏറ്റവും വലിയ ശിക്ഷ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ തൂക്ക് കയർ തന്നെ കിട്ടേണ്ടതാണ്. അത്രയും വലിയ ഒരു ക്രൂരതയാണ് കാണിച്ചു കൂട്ടിയത്. ഈ ഒരു കേസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റീമ എന്ന് പറയുന്ന ആ പെൺകുട്ടി അവൾ ഏറ്റവും ആദ്യം അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് വളരെ ബോൾഡായിട്ട് തന്നെ നേരിട്ടു. പക്ഷെ പിന്നീട് അവൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചപ്പോഴത്തേക്കും അല്ലെങ്കിൽ അവൾക്ക് കുറച്ചുകൂടെയൊക്കെ ഏജായി, ആ ഏജായ സമയത്ത് അവൾ വിചാരിച്ചത് തന്നെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ് എന്നാണ്. അതുകൊണ്ടായിരിക്കാം 2 തവണ അബോർഷന് തയ്യാറായത്. 3-ാം തവണയും അല്ലെങ്കിൽ അബോർഷന് തയ്യാറായിട്ട് വീണ്ടും ആ വ്യക്തിയുമായിട്ട് ബന്ധം തുടർന്നു പോവുകയായിരുന്നു. പക്ഷെ അയാൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചതി മനസ്സിലാക്കാനായിട്ട് റീമയ്ക്ക് സാധിച്ചില്ല. എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിശദാംശങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ.